राधा सहायमति सुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि वागर्धावसंभृतो वागर्धप्रतिपत्तये जगतपितरौ वन्दे पार्वती परमेश्वरौ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते। कथितो वंशविस्तारो भवता सोमसूर्यो राज्ञां चोभयवंशानां चरितं परमाद्भुतम्। ശ്രീശ്വരബ്രഹ്മർഷി ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ലീലകൾ വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. 90 അധ്യായങ്ങളെ കൊണ്ട് നിരോധം എന്ന ലീലയോടുകൂടി ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ലീലകൾ മധുരാധിപതയെ അഖിലം മധുരം മധുരമധുരമാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. എത്ര കേട്ടാലും പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും മധുരാത്ത മധുരം. ആ മധുരാധിപതിയായിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ പറയണമെങ്കിൽ എന്ത് വേണം? മനസ്സിന് അത്രയും ഏകാഗ്രത ശ്രദ്ധ അതിൽ വേണം. രക്ഷിത മഹാരാജാവിന് അത് ഭംഗിയായിട്ടേ ഉണ്ട്. നമ്മുടെ ശ്രദ്ധ പോലെയല്ല പരീക്ഷത്തിന്. ഒന്നുമേ തിരിഞ്ഞ് ചിന്തിക്കാനില്ല അദ്ദേഹത്തിന്. സകലതും വിട്ടു കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ കുടുംബ ചിന്തകളോ തൻ്റെ ദേഹചിന്ത പോലും വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല. എല്ലാം ശ്രീകൃഷ്ണ കഥകൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നു. 4 ദിവസമായിട്ട് സകലതും വിട്ടിരിക്കുന്ന അദ്ദേഹത്തിനതാ ശ്രീശ്വരബ്രഹ്മർഷി സൂര്യസോമവംശങ്ങളെ കുറിച്ച് ക്രമത്തിൽ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു പറഞ്ഞു രാജാവ്. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞ ചോഭയവംശാനാം ചരിതം പരമാത്ഭുതം. പരമാത്ഭുതമായിരിക്കുന്ന ആ ലീലകള് സോമസൂര്യയോ. ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞപ്പോൾ സൂര്യവംശം പറഞ്ഞിട്ടാണ് സോമവംശം പറഞ്ഞത്. പക്ഷെ മഹാരാജാവിന് ആ സൂര്യവംശത്തിനേക്കാൾ ഇഷ്ടം സോമവംശത്തിനോട് വന്നു. കാരണം ഭഗവാന്റെ ഭക്തതാനുഗ്രഹ ലീലകള് സോമവംശത്തിലെ പോലെ ഉണ്ടായിട്ടില്ല. ശ്രീരാമനേക്കാൾ ഒരു പടി മേലെ പരിപൂർണതമ സാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം ജാതഃ. സാക്ഷാൽ പരബ്രഹ്മം അങ്ങനെ തന്നെ ഉണ്ണിക്കണ്ണനായിട്ട് സച്ചിദാനന്ദ കട്ടയായിട്ട് അവതരിച്ച ആ സോമവംശത്തിന്റെ കഥയ്ക്ക് പ്രാധാന്യം. അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണത് ഗുരുനാഥ ഈ ഉള്ളവൻ സകലതും വിട്ടിരിക്കുന്നത്. ഈ ഉള്ളവന്റെ പിതാമഹന്മാർ മുഴുവനും വലുതായിരിക്കുന്ന കൗരവ സൈന്യത്തിന് മുഴുവനും ഏത് പ്രകാരത്തിലാണോ ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണോ കടന്നത് ആ ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞു തന്നെ. ഏതൊരമ്മ ഈ ഉള്ളവനെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ദ്രൗണസ്ത്ര ആ ദ്രൗണിയുടെ അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് ദ്രൗണസ്തമിതം മതംഗം സന്താനബീജം കുരുപാണ്ഡവാണ്. ആ ദ്രൗണിയുടെ അസ്ത്രം കൊണ്ട് കഴിഞ്ഞുണങ്ങിപ്പോയതായിരിക്കുന്ന ഈ ഉണ്ണിക്ക് ജീവൻ കിട്ടിയത് ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണോ? മഹർഷീശ്വരന്മാരായിരിക്കുന്ന വിമലന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാര് ഏതൊരു ഭഗവാന്റെ തിരുനാമം ചൊല്ലിയാണോ അവിടുത്തെ ധ്യാനിച്ചിട്ടാണോ വലുതായിരിക്കുന്ന ഈ സംസാരത്തിനെ കടന്നു പോണത്? ആ ശ്രീകൃഷ്ണ കഥകള് അത് കേൾക്കാൻ വേണ്ടി വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധദാനായ വിസ്മൃതം നൈഷാദിദുസ്സഹാക്ഷുന്മാത്യക്തോദം അപിബാധരെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അവിടുത്തെ തിരുമുഖങ്ങൾ നിർഗളിക്കുന്ന ആ കഥാമൃതി കേട്ടതാ ഈ ഉള്ളവരുടെ സകല താപങ്ങളും തീർത്തു കിട്ടണം. ആ കണ്ണനെ എനിക്ക് കാണാനാകണം. ഞാൻ ഒന്നും മോഹമില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് താൻ കണ്ട കൃഷ്ണനെ എനിക്ക് കാണണം. ആ കണ്ണനെ എനിക്ക് കാണിച്ചു തരണം ഗുരുനാഥ. അനുഭവസ്ഥനായിരിക്കുന്ന ഒരു ഗുരുനാഥനെ കണ്ട ഒരാൾക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഹിരണ്യകശിപു പറഞ്ഞത്, പ്രഹ്ലാദ നീ കാണിച്ചു തരൂ, എവിടെ നിന്റെ കണ്ണൻ, എവിടെ നിന്റെ ശ്രീഹരി, നീ കണ്ടവനാണ്, ഞാൻ കണ്ടിട്ടില്ല.
കണ്ടവര് കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കണം, അനുഭവമുള്ളവര് അനുഭവമില്ലാത്തവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കണം. അതാണ് ഭാഗവതത്തിൻ്റെ മഹിമ. ഓരോരോ കഥാപാത്രങ്ങളും അതേപോലെ തന്നെ അനുഭവിച്ചവർ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഭാഗവതം കിട്ടിയതായിരിക്കുന്ന ബ്രഹ്മാവ് താൻ രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ല, അത് നാരദന് കൊടുത്തു. നാരദന് കിട്ടിയതായിരിക്കുന്ന ആ ഭാഗവതത്തിൻ്റെ മഹിമയെ കുറച്ചുകൂടി വിടപ്പെടുത്തിയതാണ് വേദവ്യാസനം കൊടുത്തു. വേദവ്യാസനം വെറുതെ ഇന്നില്ല, നമുക്ക് വേണ്ടിയിട്ട് അതിനെ എത്രയോ വിപുലീകരിച്ച് നമുക്ക് വേണ്ടി തന്നു. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ മഹിമ ആലോചിച്ചോളൂ. അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും തനിക്ക് കിട്ടിയതായിരിക്കുന്ന അനുഭൂതി തലത്തിനെ മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുത്തു. അതേപോലെ ഗുരുനാഥ അവിടുന്ന് അനുഭവിച്ചതായിരിക്കുന്ന ശ്രീകൃഷ്ണാഭരണം അത് ഇവിടെയുള്ളവന് താഴെ തരണേ. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് സകലതും വിട്ട്, വിശപ്പും ദാഹവും ഉറക്കവും കുടുംബവും സകലതും വിട്ടു. ഇനി ഒന്നുമില്ല എൻ്റെ ഉള്ളില്, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണകളേ ഇല്ല. ആ കൃഷ്ണനെ എനിക്ക് കിട്ടാൻ വേണ്ടി താൻ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പില് ശൈശവബ്രഹ്മർഷിക്ക് വളരെ പ്രീതി തോന്നി. കാരണം ഇതേപോലെയുള്ള ഒരാർത്തി എന്തിനു വേണം? കൃഷ്ണകഥയിൽ വേണം. ആ ഭഗവാനെ കിട്ടാനുള്ള മോഹം എന്തെന്നില്ലാതെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഗുരുനാഥൻ പറഞ്ഞത്ര ധർമ്മസ്വരൂപിണിയായിരിക്കുന്ന ഭൂമിദേവിക്ക് അധർമ്മങ്ങളെ കൊണ്ട് തോറ്റു. ഭൂമിദേവി പറഞ്ഞു, അല്ലയോ സർവേശ്വര, അല്ലയോ ബ്രഹ്മദേവ, എനിക്കിതാ ഇത്രയധികം ആഴികളും വലിയ വലിയ പർവ്വതങ്ങളും വലിയ വലിയ മരങ്ങളും എല്ലാം ഉണ്ടായിട്ടും എനിക്കൊരു ഭാരമില്ല. പക്ഷേ ദുർജനമേവ ഭാരം, ഈ ദുർജന ഭാരമില്ലേ, അതെനിക്ക് കാണാൻ പറ്റണില്ല. ഈ ദുർജനങ്ങളിൽ നിന്ന്, ഈ അധർമ്മത്തിൽ നിന്ന് ധർമ്മസ്വരൂപിണിയായിരിക്കുന്ന എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണേ. അമ്മയ്ക്കത് മാത്രമേ മോഹമുള്ളൂ. ആ ഒരു മോഹം സാധിച്ചു കൊടുത്തു ബ്രഹ്മദേവൻ. ആ ദേവിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മഹാദേവനോട് കൂടി എല്ലാ ദേവന്മാരെയും വിളിച്ച് പുരുഷം പുരുഷ സൂക്തേന ഉപതസ്ഥേ സമാഹിത, മഹാപുരുഷനായിരിക്കുന്ന ഭഗവാനെ മഹാപുരുഷ മന്ത്രം കൊണ്ട്, വിരാട് സ്വരൂപ മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. കുറച്ച് സ്തുതി അങ്ങ് കഴിയേണ്ടതിന് മുമ്പ് തന്നെ ബ്രഹ്മദേവൻ സമാധിയിലായി കഴിഞ്ഞു. അങ്ങനെയാ ഭക്തന്മാര് നാമം ജപിക്കുമ്പോഴേ ഭഗവാനെ ലയിച്ചു ചേരും. നമുക്ക് നാമം ജപിച്ചാലും ഒരിടത്തും ആവില്ല. ആ ഭഗവാനെ ലയിച്ചു ചേർന്നെന്ന് മാത്രമല്ല, സമാധിയിലായപ്പോൾ ആ സമാധിസ്ഥനായിരിക്കുന്ന ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ആ ഭഗവാൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പ്രകാശിച്ചു. അതേ മനസ്സിലാക്കി ഭഗവാന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ വേഗം വിളിച്ചു പറഞ്ഞു, വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ. വസുദേവന്റെ ഗൃഹത്തിലെ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മം ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കാൻ പോകുന്നു. ഭഗവാനെ സേവിക്കേണ്ടവർക്കെല്ലാം ഏതെല്ലാം രൂപത്തിൽ വേണം അവർക്കെല്ലാം അവതരിക്കാം, വേണ്ടവർക്ക് വേണ്ടതൊക്കെ ചെയ്തോളൂ എന്നുള്ള മട്ടില് ബ്രഹ്മദേവന്റെ അരുളപ്പാടങ്ങൾ കേട്ടപ്പോഴേക്കും എല്ലാവരും തിരക്കായി. ഓടക്കൊഴാവാൻ ചിലവർക്ക് തിരക്ക്, ചിലവർക്ക് പീലിയാവാൻ, ചിലവർക്ക് അരമണിയാവാൻ, ചിലവർക്ക് കിങ്ങിണിയാവാൻ, ചിലവർക്ക് മോതിരമാവാൻ, വളയാവാൻ, എന്ത് വേണം ഗോപിക്കുറിയാവാൻ പോലും ഓരോരുത്തരും തയ്യാറായിട്ട് വന്നു. ദേവി ഭാഗവതത്തിൽ പറയും, അതിനെ വിസ്തരിച്ച് ദേവി പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നത് ആ മഹാമായയാണ് അത്ര. നീ ഇന്നത് ചെയ്യണം, നീ ഇന്നത് ചെയ്യണം. പശുവായിട്ടും പശുക്കുട്ടിയായിട്ടും കൊമ്പായിട്ടും കോലായിട്ടും കുഴലായിട്ടും എന്തൊക്കെ വേണം ഈ പരബ്രഹ്മത്തിന് വിളയാടാൻ. അത് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കണം. അമ്മയുടെ നിർദ്ദേശം ദേവി ഭാഗവതത്തിൽ കാണാം. അതേപോലെ ഇവിടെ എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണാവതാരോത്സവ സംഭ്രമസ്പൃശന്മുദ, എല്ലാവരുടെ ഉള്ളിലും കൃഷ്ണാവതാരം കയറി കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം ആ അനന്തത്തിൽ തെരയടിച്ചിരിക്കുമ്പോഴേക്കും വസുദേവർക്ക് കംസൻ തന്നെ തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഘോഷയാത്രയിൽ അദ്ദേഹം ഒരു അശരീരിയിലെത്തു. ഹേ അബുധ എന്ന് വിളിക്കുന്നത്, ഹേ വൃദ്ധിയും വിളിക്കണം. നീ ആരെയാണോ വഹിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ 8ാമത്തെ പുത്രൻ നിന്നെ വഹിക്കും. ആ ശബ്ദങ്ങൾ കേട്ടു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഘോഷയാത്രയിൽ പോണത്. പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒരാൾ കേട്ടില്ല. അത് ഭഗവാന്റെ കൃപ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അനുഭൂതി വളരെ ചുരുക്കം പേർക്കേ കിട്ടുള്ളൂ, എല്ലാവർക്കും എപ്പോഴും അനുഭൂതി കിട്ടില്ല. ഈശ്വരാനുഗ്രഹം എപ്പോഴാണ് ഈശ്വരന്റെ ആ കൃപ നമ്മളിലേക്ക് വരുന്നത്?
അത് ലക്ഷക്കണക്കിന് ആൾക്കാർ പോയിട്ടും അവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ആ ശബ്ദം ആര് കേട്ടു? തൻ്റെ മരണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എല്ലാം മറന്ന് അഹങ്കരിക്കുന്നതായിരിക്കുന്ന ആ കംസന്റെ ഉള്ളിലേക്ക് ഭയമായിട്ട് ഭഗവാൻ പെയ്തിറങ്ങി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിനക്ക് കണ്ണനെ കാണാൻ യോഗമുള്ളൂ. നീ തന്നെ ശരിയായിരിക്കുന്ന മോക്ഷത്തിന് അർഹതമായിട്ടുള്ള ആള്. നീ തന്നെ ഭാഗവതൻ. ഭഗവാന്റെ ഹൃദയത്തില് നിനക്ക് സ്ഥാനം വന്നു കഴിഞ്ഞിരിക്കുന്നു കംസ. അതുകൊണ്ട് നിന്നെ വിളിച്ചു. അതങ്ങനെ കേട്ടപ്പോഴേ കംസ മാത്രം തിരിഞ്ഞു നോക്കി, വേറെ ആളും തിരിഞ്ഞു നോക്കിയില്ല. തന്നെയാണ് വിളിക്കുന്നത്. മനസ്സിലായി അദ്ദേഹത്തിന്. ആ ദേവകിയെ കൊല്ലാമോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല വസുദേവര് നല്ല വാക്കിനെ കൊണ്ട് സമാധാനിപ്പിച്ചു. ഹേ രാജൻ, മരണം സുനിശ്ചിതം. അമ്മയുടെ ഉദരത്തിലേക്ക് വരുമ്പോഴേ തലയിൽ എഴുതി വിട്ടിട്ടുണ്ട്, മരണം ഇന്ന മാതിരി, ഇന്ന ദിവസം, ഇത്ര മണി സമയത്ത്. അത് കൃത്യമായിട്ടേ നടക്കും. അതിലൊരു മാറ്റവും വരുത്താൻ ഒരാൾക്കും ഈ ലോകത്തിൽ സാധിക്കില്ല. അത് വരുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നെന്നത് അനുഭവിക്കണം, ഇന്ന സുഖങ്ങൾ വേണം, ഇന്ന ദുഃഖങ്ങൾ വേണം, ഇന്ന സമയത്ത് മരണം. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ മാറ്റാൻ ആർക്കാ ശക്തിയുള്ളത്? നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും അതിലൊരു കടുകടയ്ക്ക് പോലും മാറ്റം വരുത്താൻ പറ്റില്ല. അതിൻ്റെ വേണമെങ്കിൽ ഒരു അല്പം ശക്തി വേണമെങ്കിൽ കുറയ്ക്കാമെന്ന് മാത്രം ഈശ്വരഭജനമുണ്ട്. അല്ലെങ്കിൽ അതിനെയൊക്കെ മുന്നേറാൻ വേണ്ടിയിട്ട് മനസ്സിനൊരു ബലം കിട്ടും ഈശ്വരഭജനമുണ്ട്. എന്ത് വിഷമം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ മനസ്സിന് ബലം ഉണ്ടാക്കി തീർക്കുക. അതിനാണ് ഈശ്വരഭജനം. എന്തായാലും കംസന് നല്ല ഉപദേശങ്ങൾ കൊടുത്തു. അദ്ദേഹം ഒരല്പം ശാന്തം വന്നെങ്കിലും മനസ്സിലിതാ ഭയമായിട്ട് ഭഗവാൻ കയറിക്കൂടി. ഇപ്പൊ ഉള്ളിൽ ഒരേ ചിന്ത മാത്രം, കൃഷ്ണ 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 കൃഷ്ണ. എട്ടാമനായിട്ട് ഭഗവാൻ അവതരിക്കുന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. അത് തന്നെ പുണ്യം ഭാഗവതം പറയണം. ഇതേപോലെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? കൃഷ്ണൻ അവതരിക്കും, നിനക്ക് കണ്ണനെ അതേ നാരായണ സ്മൃതി അത് നിനക്ക് ഉണ്ടാവും. നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഇവിടെ കംസൻ അത് കിട്ടിയോടുകൂടി അദ്ദേഹം തന്നെ പുണ്യവാൻ. അദ്ദേഹം എന്താ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും തലമ്പകട്ടാണോരത്രണാവർത്ത മഹാശനേഹി മുഷ്ടികാരിഷ്ടദ്യൂതൂതനേശിധേനുകൈ. എത്ര പേരാ ദുഷ്ടന്മാർ ചുറ്റിനും നടക്കുന്നുണ്ട്. ശമ്പളം വാങ്ങിച്ച് ശാപ്പാട് കഴിച്ച് ഇങ്ങനെ കൂടിയിരിക്കുക. ഇങ്ങനെ കൂടിയാൽ പറ്റില്ല, പൊക്കോളും. എവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? ആ സത്യാന്വേഷണം. അദ്ദേഹം ആദ്യം തീരുമാനിച്ചു, ഇങ്ങനെ ഉദാസീനന്മാരായിട്ട് മടിയന്മാരായിട്ട് കുടുംബത്തിൽ ഇരുന്നാൽ പോരാ, അന്വേഷിച്ച് നടക്കൂ. എവിടെ ഭഗവാൻ, എവിടെ കൃഷ്ണൻ, അത് അന്വേഷിച്ച് നടക്കൂ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആദ്യമായിട്ടൊരു ഉണ്ണിയുണ്ടായി വസുദേവർക്ക്. കീർത്തിമന്തം പ്രഥമജം കംസായാണുഭേ. ആദ്യമായിട്ടുണ്ടായ ഉണ്ണിയെ കംസന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ സമർപ്പിച്ചോളാം. ഇപ്പതാ എൻ്റെ പത്നിയെ വിട്ടു തരണേ. ആ ഒരു മോഹം കൊണ്ട് അദ്ദേഹം ആ പത്നിക്ക് വേണ്ടിയിട്ട് കുട്ടിയെ ത്യജിച്ചു. പക്ഷേ കംസൻ ആ കുഞ്ഞിനെ പുറത്തയച്ചു. നാരദന് തോന്നി അത്ര ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? കുട്ടികളെ ലാളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവും, അജ്ഞാനം വർദ്ധിക്കും. നമുക്കൊക്കെ അങ്ങനെയാണ്. കുട്ടികളായാൽ അപ്പോഴേ കൂട്ടത്തിലെ അജ്ഞാനം വരും. നമ്മൾ കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈശ്വരനെ മറക്കും. അത് വരാൻ പാടില്ല. വസുദേവരും ദേവകിയും ജ്ഞാനസ്വരൂപമാണ്. അവർ കുട്ടികളെ കൽപ്പിച്ചുകൊണ്ടിരുന്ന് അവരുടെ മനസ്സിലെ ജ്ഞാനത്തിനെ വിട്ടിട്ട് അവർക്ക് ഇതാ ഭൗതിക ചിന്ത കയറി വരാൻ പാടില്ല. അതറിയാൻ വേദം അതാ നാരദ മഹർഷിക്ക്. അത് മാത്രമല്ല, കൃഷ്ണാവതാരം നടക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ദുഃഖത്തിനെ കൊടുക്കണം. ആ ദുഃഖത്തിൽ നിന്ന് ഭംഗിയായിട്ടേ വിളിക്കണം. എല്ലാം മറന്ന് വിളിക്കുമ്പോഴേ കൃഷ്ണാവതാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ കൊണ്ട് വെറുതെ വിളിച്ചാലൊന്നും ഉണ്ടാവില്ല. അനന്യമായിരിക്കുന്ന ശരണാഗതി ഉണ്ടാവണം. അത് മോഹിച്ചിട്ട് നാരദ മഹർഷി. അത് മാത്രമല്ല, കംസന്റെ ഉള്ളിലും എന്ത് വേണം? ഭയം ഉടലെടുക്കണം. ആ ഭയത്തിൽ നിന്ന് കംസൻ കാണുന്നതൊക്കെ ഹരി നാരായണായ നമ. ആ ഒരു ഭാവം അത് ഈ ഗുരുനാഥനല്ലാതെ കൊണ്ട് വേറെ ആർക്കാ തോന്നുന്നു അങ്ങനെ ഒരു ഭാവം കൊടുക്കാൻ? അതാണ് സൽ ഗുരുനാഥന്മാര്. എല്ലാവർക്കും ഒരേപോലെ കൃഷ്ണനെ ഭരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാം. ഇതാ നാരദ മഹർഷിയുടെ വാക്കുകേട്ട് കംസൻ ഓരോ കുട്ടികളെയും അബോധേശിലാദൃഷ്ടേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ കല്ലിൽ അടിച്ചടിച്ചു കൊടുന്നു. ആഹരണം പോയി കഴിഞ്ഞപ്പോഴേക്കും ഏഴാമതായിട്ട് സാക്ഷാൽ അനന്തമൂർത്തി തന്നെ ദേവകിയുടെ ഉദരത്തിൽ അവതരിച്ചു. സാക്ഷാൽ മഹാദേവിയെ മായാഭഗവതിയെ ഭഗവാൻ വിളിച്ചു. ഗച്ഛദേവി
ഭജം ഭദ്രേ ഗോപഗോപിരലങ്കൃതം ഗച്ഛദേവി വേഗം പൊക്കോളൂ ദേവി. 5 മാസമായിരിക്കുന്ന ആ ഗർഭത്തിനെ ആകൃഷ്ടി രോഹിണിയിലേക്കാക്കി നീയും അവതരിച്ചോളൂ ആ യശോദാമ്മയുടെ ഉദരത്തില്. അതോടുകൂടി നിനക്ക് എല്ലാ തരത്തിലും പേരുണ്ടാവും. നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാം ഭൂയി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച. ധാരാളം സ്ഥാനങ്ങളും നാമങ്ങളും ഒക്കെ നിനക്കുണ്ടാവും. ഈ കണ്ണന്റെ അനുഗ്രഹം, ഈ അമ്പാടി കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാൽ അമ്മ വേണ്ട മാതിരിയൊക്കെ ചെയ്തു. അതോടുകൂടി തനിക്ക് അവതരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി നമ്മൾ കണ്ടോട് കൂടിയിട്ട് ആരും അറിയാൻ പാടില്ല തൻ്റെ അവതാരം. അതൊരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ചിലവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. മറ്റൊരാളും അറിയരുത്, ലോകം അറിയരുത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നും. കംസൻ കാരാഗ്രഹത്തെ അടച്ചു. 2 തൂണുകളിലെ ചെങ്കലകളെ കൊണ്ട് ബന്ധിച്ചു. കാരാഗ്രഹത്തിന്റെ കാവലക്കാരെ ഏർപ്പെടുത്തി എല്ലാം ബന്ധവസ്ഥാക്കി. എന്തിനാ? ഭഗവാന്റെ അവതാരം. അത് വേറെ ആരും അറിയണ്ട. അത് ആ ദേവകിയും കംസനും മാത്രം അനുഭവിക്കാനുള്ളത്. അവർ മാത്രം ചിരകാലമായിട്ട് മോഹിക്കുന്നത് സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചപ്പോ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിയെന്ന് മാത്രമല്ല ഭഗവാനപി വിശ്വാത്മാ ഭക്താനാം അഭയങ്കര ആവിവേശാംശഭാഗേന മന ആനകതുന്ദുഭേ. ആനകതുന്ദുഭയായിരിക്കുന്ന വസുദേവരുടെ ഹൃദയത്തിലുള്ള നീലക്കല്ലായിട്ട് പ്രകാശിച്ചു ഭഗവാൻ. കുറച്ചു നേരം വസുദേവർക്ക് ആനന്ദത്തിനെ കൊടുത്തു. അച്ഛാ വിഷമിക്കണ്ടാട്ടോ, ഞാൻ എൻ്റെ കൂടെ. അവിടുന്ന് പതുക്കെ ഉയർന്ന് ദേവകിയുടെ ഹൃദയത്തിലും അങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങി. അമ്മ ഞാനുണ്ടട്ടോ അവിടെ എന്നുള്ള മട്ടില് ആ ഹൃദയത്തിൽ പ്രകാശിക്കാൻ മാത്രമല്ല പതുക്കെ ആ ഉദരത്തിലേക്ക് അങ്ങോട്ട് കടന്നിരുന്നപ്പോഴേക്കും നീലക്കല്ലിന്റെ പ്രകാശം കൊണ്ട് ആ കാരാഗ്രഹത്തിൽ എന്തെന്നില്ലാത്തൊരു പ്രകാശം. കംസൻ ഒന്നേ ഒന്ന് നോക്കിയുള്ളൂ, കണ്ണേ കാണാൻ വയ്യ, എന്താണെന്നറിയില്ല. ആ പ്രഭാപൂരത്തില് അദ്ദേഹം സകലതും മടങ്ങി അവിടെ ഓടിയെന്ന് മാത്രമല്ല ആസീന പര്യടൻ തിഷ്ഠൻ പുഞ്ചാന പര്യടൻ ചിന്തയാനോ ഋഷികേശം അവശ്യം തന്മയം ജഗൽ ആസീന സംവിശൻ തിഷ്ഠൻ പുഞ്ചാന പര്യടൻ മഹിം ചിന്തയാനോ ഋഷികേശം അവശ്യം തന്മയം ജഗൽ. ശ്രീശ്വരമഹർഷി പറയണു, എന്ത് ഭാഗ്യം ചെയ്തു കംസൻ. ആ പുണ്യം നമുക്ക് ഉണ്ടായില്ലല്ലോ എന്നാണ്. കാരണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും സദാസമയത്തും കൃഷ്ണ 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 അത് മാത്രമേ ഉള്ളൂ. ആഹാരം കഴിക്കുമ്പോൾ ഓരോ വറ്റും മാറ്റി നോക്കും. കാരണം എന്താ? അണോരണീയാൻ മഹതോ മഹീയാൻ ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട് മുമ്പിൽ. അതുകൊണ്ട് ഓരോ അണുവിലും തൻ്റെ കണ്ണനുണ്ട് എന്നറിയാം. അതുകൊണ്ട് എല്ലാം വരികി നോക്കും. ചായ കുടിച്ചാൽ ഒന്നും കൂടി അരിച്ചു നോക്കും. തേയിലയുടെ രൂപത്തിലാണോ വരുന്നത് കണ്ണൻ, ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് അറിയില്ല. സദാസമയത്തും ശ്രീകൃഷ്ണ ചിന്ത അങ്ങനെ നിറച്ചു വെച്ചു. അദ്ദേഹം പുണ്യല്ലേ അദ്ദേഹത്തിന് മുട്ടിക്കൊള്ളും. ആ സമയത്ത് ആ കാരാഗ്രഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണം. ബ്രഹ്മാദികളും മുഴുവനും സത്യപരം ത്രിസത്യം സത്യസ്യോനിം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യമേത്രം സത്യാത്മകം ത്വാ ശരണം ഭവന്ന. സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. സത് പ്ലസ് യം സത്യം. സത് എന്ന് പറഞ്ഞാൽ ഗുരുഭാവം, യം എന്ന് പറഞ്ഞാൽ വായു അല്ലെങ്കിൽ പ്രാണന്റെ ആ ബീജമന്ത്രം. അപ്പോ പ്രാണനായിരിക്കുന്ന അല്ലെങ്കിൽ വായുവും ഗുരുവും ചേർന്നത് അത് തന്നെ ഗുരുവായൂരപ്പൻ. സത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യമേത്രം സത്യാത്മകം ത്വം ശരണം ഭവന്ന. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ. സത്യം എന്ന് പറയുന്നത് എന്താ? അത് ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തിനേതാ അതേപോലെ ശരണം ഭാവിക്കണം. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിന്ന് ഏതിൽ ലയിക്കണോ അത് തന്നെ സത്യം. ആ സത്യസ്വരൂപത്തിനെ ധ്യാനിക്കണമെന്ന് ആദ്യം പറഞ്ഞു. ഇവിടെ ധ്യാനിക്കല്ല, ഇവിടെ ശരണാഗതി. പരിപൂർണമായിട്ട് ശരണാഗതി അടയണം. ശരണം ഭവന്ന. ഹേ ഭഗവൻ, അവിടുന്ന് ഈ ലോകത്തിന്റെ ക്ഷേമത്തിനായിട്ടല്ലേ അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. സന്തോഷമായി.
അവിടുത്തെ പതാരവിന്ദങ്ങളെ ആരാണോ ഭരിക്കുന്നത് അവർക്കിതാ ഈ സംസാരത്തിനെ വലിയ സമുദ്രമായിട്ട് തോന്നില്ല. ഒരു പശുവിന്റെ കുളമ്പില് ആ കുളമ്പുണ്ടായ ആ കുഴിയിൽ അല്പം വെള്ളം കിടക്കുന്നെങ്കിൽ അതിനെ ചാടിക്കിടക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ സംസാരത്തിന് വളരെ എളുപ്പത്തിൽ കിടക്കാൻ സാധിക്കുന്നു. ആ ഭഗവാൻ എല്ലാവർക്കും നന്മയെ കൊടുക്കണേ, ശാന്തിയെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാദികളുടെ സ്തുതി അവിടെ കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ എല്ലാവരെയും മാറ്റി നിർത്തി. മാറി നിന്നോളൂ, ഞാൻ പുറത്തേക്ക് വരട്ടെ എന്നുള്ള മട്ടിലായി ഭഗവാൻ. അത സർവഗുണോപേത കാലപ്പരമശോഭന ദർശേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗണം നിർവണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമഭജാകര. ഭൂമിദേവിത അഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ പൊന്ന തൃപ്പാദങ്ങൾ തൻ്റെ മഹോളത്തിൽ ഓടിച്ചാടി നടക്കാൻ പോണു. ഒന്ന് രോമാഞ്ചം അണിയാൻ തയ്യാറായിക്കൊണ്ട് ഭൂമിദേവി. അത് മാത്രമല്ല, ആകാശവും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്തൊക്കെയുണ്ടോ ഈ ലോകത്തില് എല്ലാവരും ത്രൈലോക്യം മുഴുവനും കൃഷ്ണാവതാരത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നു. എപ്പോഴാ കൃഷ്ണാവതാരം അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഭൂമിയിലെ വ്രജങ്ങളും ഗ്രാമങ്ങളും പുരങ്ങളും എല്ലാം അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും അടിച്ചു വാരി തൊളിച്ചിതാ മനോഹരമാക്കിയിട്ടുണ്ട്. കുരുത്തോലകളും മാലകളും ഒക്കെ തൂക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലായിടത്തും നല്ല കോലം വരച്ചിട്ടുണ്ട്. പശുക്കളെയും കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് നല്ല ചന്ദനം കുറിയിച്ച് നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. എവിടെയും ആനന്ദം തെരയടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മധ്യപ്രസന്ന സനിലാഹദാചരശ്രിയ ദ്വിജാലുകള സംനാദസ്കവരാജയ. നദികള് നല്ല കളകളാരവം ഒഴിച്ചുകൊണ്ട് തെളിനീരായിട്ട് അങ്ങ് ഒഴുകാൻ തുടങ്ങിയിരിക്കണമെന്ന് മാത്രമല്ല, ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും ഒക്കെ കാലഭേദങ്ങളും അന്ന് വിടന്നു നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കണം. ദ്വിജാലുകള സംനാദസ്കവരാജയ. പണ്ട് കൂട്ടങ്ങള് ഹരിഹരി എന്ന് മൂളിക്കൊണ്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കണു. സുഖസ്പർശിയായിട്ട് വായുവിനെ വീശാൻ തുടങ്ങി കഴിഞ്ഞിരിക്കണു. ആ ഋഷിമാരുടെയും ഒക്കെ അഗ്നികുണ്ടങ്ങൾ അങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കണം. ദുഷ്ടന്മാരുടെ മനസ്സില് ഭയം എന്തിനോ വേണ്ടിയിട്ട് ഭയപ്പാട് വന്നു കഴിഞ്ഞിരിക്കണം. യക്ഷന്മാര് ഗന്ധന്മാര് എന്ന് വേണ്ട അപ്സരസുകളൊക്കെ നൃത്തം ചവിട്ടാനും പാട്ടുപാടാനും വേദഘോഷങ്ങൾ മുഴക്കാനും വാദ്യമേളങ്ങൾ മുഴക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇടിവെട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മിന്നൽ വന്നു തുടങ്ങി. കാമേഘങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉരുണ്ട് കൂടുണ്ട്. എന്തിനാ കാമേഘമേ നീ വന്നിരിക്കുന്നത്? കൃഷ്ണാവതാരോത്സവ സംഭ്രമസ്പൃശൻ. കൃഷ്ണാവതാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇതാ കാമേഘങ്ങൾ ഇരുണ്ട് കൂടിക്കഴിഞ്ഞിരിക്കുന്നു. മന്ദം ജലധര ജഗവിജുവനുസാഗരം. ഋഷിമാരുടെ ചുണ്ടുകളിൽ നിന്നിതാ ഹരേ നാരായണ ആ മന്ത്രങ്ങൾ അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ മഴകളും ഓരോ ജലത്തുള്ളികളും ഹരേ 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 എന്ന് പറഞ്ഞതാ വീഴാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മയിലുകൾ പീലി നിർത്തി ആടാൻ തുടങ്ങിയിരുന്നു. കുയിലുകൾ പാടാൻ തുടങ്ങി. തത്തകൾ സംസാരിക്കാൻ തുടങ്ങി. ഇത് വേണ്ട, ആനന്ദമാനന്ദം ആനന്ദമാനന്ദം ആനന്ദ സുന്ദരമെന്നേ വേണ്ടു. എവിടെയും ആനന്ദം തെരയടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മഹാദേവന്റെ തിഥിയായിരിക്കുന്ന അഷ്ടമിയും ബ്രഹ്മാവിന്റെ നാളായിരിക്കുന്ന രോഹിണി ദിവസം രാത്രിയോട് അടുക്കുമ്പോഴേക്കും നിശീധേ തമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ അഭിരാക്തിര്യതാപ്രാച്യാം ദിശീന്ദുർവപുഷ്കല. കാമേഘങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണചന്ദ്രൻ പതുക്കെ മഹനീക്ക് പുറത്തേക്ക് വരുന്നത് പോലെ ഭഗവാൻ ദിശീന്ദുർവപുഷ്കല എല്ലായിടത്തും പ്രകാശമാനമാക്കിക്കൊണ്ട് ആ നീലക്കല്ലിതാ പുറത്തേക്ക് പ്രകടമായി. തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുദായുധം ശ്രീവത്സലക്ഷ്മം ജലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോദസൗഭഗം മഹാർഭവൈഡൂര്യകിരീടകുണ്ടലത്യുഷാപരിഷ്വക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത. അപ്പുറത്തെ തുണിക്കിടക്കുന്ന വസുദേവരെ കണ്ടു. ആ പീലി തിരുമുടി ആ അളകങ്ങളതാ വീട് കിടക്കുന്നതായിട്ട് കണ്ടു. ആ മനോഹരമായിരിക്കുന്ന ഭാരതദേശത്തില് വളരെ ചന്തമേറിയായിരിക്കുന്ന ഗോപിക്കുറി കണ്ടു. ആ അതിമനോഹരമായിരിക്കുന്ന പുലിയക്കുടികളുടെ താഴെ കാരുണ്യാകുല നേത്രം
എള്ളിപ്പൂവിനെ വെള്ളുന്നതായിരിക്കുന്ന തിരുനാസിക കാണുന്നുണ്ട്. ആ ചെല്ലിക്കൊണ്ടിപ്പോഴുള്ള മനോഹരമായിരിക്കുന്ന ആ തെച്ചുണ്ടുകള്, അതിൻ്റെ ഇടയിൽ കൂടി ആ മുള്ളമുട്ട് പോലെ പ്രശോഭിക്കുന്ന ദന്തനിരകൾ കാണാം. അത് മാത്രമല്ല കവിള കണ്ണാടി കവിള് ഉമ്മവയ്ക്കുന്ന സുന്ദരമായിരിക്കുന്ന കവിളുകള്, ആ മകരകുണ്ടലങ്ങളിൽ ചാർത്തിയിരിക്കുന്ന ആ കാതുകൾ കാണുന്നുണ്ട്. ഉരുണ്ടുരുണ്ട് കിടക്കുന്നതായിരിക്കുന്ന ആ കേശഭാരങ്ങൾ കാണുന്നുണ്ട്. സുന്ദരമായിരിക്കുന്ന രാജഹംസം പോലത്തെ ആ തൃക്കൾ തന്നെ കാണുന്നു. ആ മാകുടത്തിലെ ശ്രീവത്സം കൗസ്തുഭം, അതേപോലെ ധാരാളം രക്തഹാരങ്ങൾ സ്വർണ്ണഹാരങ്ങൾ വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. തോളവളകളും കൈവളകളും മോതിരങ്ങളും ഒക്കെ അണിഞ്ഞിരിക്കുന്ന 4 തൃക്കൈകള്, ശംഖചക്രം ഗദാ പങ്കജങ്ങൾ ധരിച്ചിട്ടുണ്ട്, പൂണുനൂല് ധരിച്ചിട്ടുണ്ട്, നിവീതം ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അരമണികളും കിങ്ങിണികളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. അതിസുന്ദരമായിരിക്കുന്ന പീതാംബരപ്പെട്ട് ചാർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ പാദസ്വരങ്ങൾ എങ്ങനെ ആ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം. 10 നഖങ്ങളും പൂർണ്ണചന്ദ്രനെ പോലെ പ്രഭ പടർത്തിക്കൊണ്ട് നിൽക്കണം. ഇങ്ങനെ സുന്ദരമായിരിക്കുന്ന അത്ഭുതം ബാലകം, അത്ഭുത ബാലനായിട്ട് ഭഗവാൻ അവതരിച്ചു. ഭഗവാനെ ഇവിടെ കിട്ടിയോടുകൂടി തൻ്റെ ഉള്ളിൽ ആ കണ്ണനെ ഇവിടെ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് നമിക്കുക മാത്രമല്ല അനന്തകോടി യാഗം എത്ര ദാനങ്ങൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മനസ്സുകൊണ്ടേ ദാനം ചെയ്തു. ദാനം ചെയ്യുക മാത്രമല്ല ഭംഗിയായിട്ട് അവിടെ സ്തുതിച്ചു. എന്തേ സ്തുതിക്കണമെന്ന് ചോദിച്ചാൽ കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്, എല്ലാ ജീവരാശികളുടെ ഉള്ളിലും ആനന്ദസ്വരൂപനായിക്കൊണ്ട് എല്ലാത്തിനും സാക്ഷിയായിക്കൊണ്ടതാ വിരാജിക്കുന്ന മഹാപ്രഭു. അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്. കാരണം ആനന്ദമാണ് കൃഷ്ണൻ. ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. ആ ആനന്ദ കട്ടയേതാ ഇതുള്ളവരെ കിട്ടിയിരിക്കണമെന്നുള്ള ഭാവത്തില് ജ്ഞാനം ഭംഗിയായിട്ട് അവിടെ പ്രകാശിച്ചു. കുട്ടിയുണ്ടായാൽ അജ്ഞാനം പെരുകുന്നതിന് പകരം അജ്ഞാനം മാറിവിടാൻ ജ്ഞാനം പ്രകാശിച്ചു. വസുദേവർക്ക് അമ്മയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കിയപ്പോ അമ്മയ്ക്കിതാ കണ്ണു നിറഞ്ഞൊഴുകണം. മത്സാരഥേ കാണുവതിന്നു ഞാനും കൊതിച്ചിടുന്നു തവ ദിവ്യരൂപം നൽകിയിടുക ഇന്നെനിക്കൊരു ദിവ്യദൃഷ്ടി കാണട്ടെ ഞാൻ കൃഷ്ണ ഭവൽ സ്വരൂപം. എനിക്കൊരു ദിവ്യദൃഷ്ടി തന്നെ. കാരണം അമ്മയ്ക്കിതാ ദുഃഖം കൊണ്ട് കണ്ണ് നിറഞ്ഞു ഒഴുകണം. കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മ സ്തുതിച്ചതും അതുപോലെ തന്നെ രൂപം ബാഹു അവ്യക്തമാദ്യം സത്താധർമ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപ അവ്യക്തോയം അചിന്യോയം. എന്താ ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്? അവ്യക്തമാണ് അവിടുന്ന്, അധ്യാത്മദീപമാണ് അവിടുന്ന്. പക്ഷതാ ഈ ഉള്ളവൾക്ക് വേണ്ടിയിട്ടല്ലേ അവിടുന്ന് ഇപ്പതാ അവതരിച്ചിരിക്കുന്നത്. ഈ ഉള്ളവരുടെ ദുഃഖം തീർക്കാൻ ഏതെല്ലാം തരത്തിൽ ആ ദുഃഖം അനുഭവിച്ചത് ഇപ്പതാ അവിടുത്തെ കണ്ടതോടുകൂടി ആ ദുഃഖങ്ങളെല്ലാം മറന്നു. സർവേശ്വര സ്വരൂപത്തിനെ സുന്ദര സ്വരൂപത്തിനെ കണ്ടപ്പോ കംസാദികൾ ചെയ്തതായിരിക്കുന്ന സകല ദുഷ്ടത്തരങ്ങളും മറന്ന് മനസ്സുതാ ആനന്ദത്തിൽ ആഹാടി കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും വേണ്ട, അത് മാത്രം മതി എന്നുള്ള മട്ടില് ആ അമ്മയെ സ്തുതിച്ചു. സ്തുതി അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ സന്തോഷമായി ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാൻ പറഞ്ഞു, 3 പ്രാവശ്യം പൂർവജന്മത്തില് എന്നോടുതാ അവതരിക്കണമെന്ന് ചോദിച്ചു. 3ാമത്തെ പ്രാവശ്യം കൃഷ്ണഗർഭനായിട്ടും വാമനമൂർത്തിയായിട്ടും മുമ്പ് ഞാൻ അവതരിച്ചു. ഇപ്പതാ നിങ്ങൾക്ക് കൃഷ്ണനായിട്ട് ഞാൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വിഷമിക്കണ്ട കേട്ടോ. ഇനി നിങ്ങളുടെ ജീവിതവും തീർന്നു. ഇതോടുകൂടി ഒരു കാര്യം ചെയ്തോളൂ. ഞാൻ എന്താ കൊച്ചു കുട്ടിയാവും, എന്നെ വേഗം കൊണ്ടുപോകുള്ള പാടിയിരിക്കും. ആ പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുക മാത്രമല്ല ആദ്യം പുത്രഭാവത്തിൽ കണ്ടാലും കുറച്ച് കഴിഞ്ഞാൽ ബ്രഹ്മഭാവേന ചാസകൾ ഈശ്വരഭാവത്തിൽ കാണണം. അത് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ബഹുവ പ്രാദുർശിച്ചു. ഒരു കൊച്ചു കുട്ടിയായിട്ട് മാറി. കൈകാലുകളിലെ ബന്ധനങ്ങളെ വിട്ട വസുദേവരും ദേവകിയും ഓടി വന്നു. ആ ഉണ്ണിക്കണ്ണനെ വാരിയിട്ടു ഉമ്മ വെച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്തു. അല്പസമയം നിൽക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ ആ പാതിരാത്രിയില് നല്ല ഇടിവെട്ടും മിന്നലും മഴയുള്ള ആ രാത്രിയിൽ ബാക്കി എല്ലാവരും കാവൽക്കാരെല്ലാം ഉറങ്ങുന്ന സമയത്ത്
ആ കണ്ണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ ഹൃദയത്തിലെടുത്തുകൊണ്ടതാ പതുക്കെ 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 കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തന്നെ തുറന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴയും ഇടിവെട്ടും മിന്നലും ഒക്കെ ഉണ്ടെങ്കിലും അനന്തൻ കൊടയായിട്ട് നിന്നു. ഏട്ടൻ അപ്പോഴേ വന്നു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അഞ്ചന് വേണ്ടി. കൊടയായിട്ട് നിന്നു എന്ന് മാത്രമല്ല, ആ യമാനിജിയായിരിക്കുന്ന കാളിന്തി നിറഞ്ഞു ഒഴുകുമ്പോൾ അതിൻ്റെ തീരത്തങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ശ്രീയപ്പതേ ശ്രീരാമന്റെ അമ്പ അങ്ങോട്ട് ചെന്നപ്പോൾ എങ്ങനെ സമുദ്രം വഴി മാറിക്കൊടുത്തോ അതേപോലെ കണ്ണനെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും വഴി മാറിക്കൊടുത്തു. ഇനി എൻ്റെ മാകുടത്തിലല്ലേ ഈ കണ്ണൻ കളിക്കാൻ പോണത് എന്നുള്ള സന്തോഷം കൊണ്ടാവും ആ കാളിന്തിതാ മാറി നിന്ന് തൊഴുതു. കാളിന്തി അക്കരെ കടന്നു എന്ന് മാത്രമല്ല, മായാഭഗവതി അമ്പാടിയെ ഉറക്കിക്കിടത്തി. ആരും അറിയണ്ട കൃഷ്ണന്റെ വരവ്. യശോദാമ്മയുടെ തൽപ്പത്തിലിതാ കൊണ്ടുകിടത്തി. കൃഷ്ണനെ അവിടെ കൊണ്ടുകിടത്തി. മായാഭഗവതി അതാ തൻ്റെ കയ്യിലെടുത്തു. വസുദേവര് കൃഷ്ണനെ ഹൃദയത്തിലും എടുത്തു, കയ്യിൽ മായാഭഗവതി എടുത്തു. കാരണം മായാഭഗവതി ഇനി മധുരയ്ക്ക് കൊടുക്കാനുള്ള തൻ്റെ ഹൃദയത്തിലും ഭഗവതിയെ വേണ്ട, മായയെ വേണ്ട, കൃഷ്ണൻ മാത്രം മതി. അതുകൊണ്ട് ഉള്ളിൽ കൃഷ്ണനെ എടുത്തു, കയ്യിൽ ഭഗവതിയെ എടുത്ത്. പത്മനാഭ സഹോദരി നേരതാ കാരാഗ്രഹത്തിൽ തിരിച്ചു വന്നപ്പോഴേക്കും വീണ്ടും കാരാഗ്രഹമൊക്കെ അറിഞ്ഞു മാത്രമല്ല, ആ പെൺകുഞ്ഞ് പതുക്കെ ഒന്ന് ശബ്ദം ഉണ്ടാക്കി, കൃഷ്ണാവതാരം ഒന്ന് അറിയട്ടെ, എൻ്റെ അവതാരം ഒന്ന് അറിഞ്ഞോട്ടെ, കംസൻ ഒന്നുകൂടി പേടിച്ചോട്ടെ എന്നുള്ള മട്ടില്, ഒന്നുകൂടി ഭഗവാനെ വിളിച്ചോട്ടെ എന്നുള്ള മട്ടില് ഒന്നുതാ വിഹിരന്തപുരദ്വാര സർവാ പൂർവതാവുത തതോ ബാലധ്വനി ശ്രുത്വാ ഗ്രഹപാല സമുദ്ധിത. അമ്മയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദമാണ് കേട്ടത് എന്ന് അറിയില്ല. ആ ശബ്ദം കൂടി കേട്ടപ്പോഴേക്കും കാവൽക്കാരെല്ലാം ഞെട്ടി വന്നതാ കംസന്റെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കംസൻ വരട്ടെ കാണാനായിട്ട്. അമ്മയെ കാണാൻ പോണു. ആ കംസൻ പുണ്യം ചെയ്തവൻ. പുണ്യം 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 എന്നല്ലാതെ കൊണ്ട് വേറെ ഒന്നും പറയാനില്ല. നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ടും ഇതേപോലെ അമ്പാടിക്കണം എന്നറിഞ്ഞു നിന്നിട്ട് പോലും നമുക്ക് വേണ്ട മാതിരി കാണാൻ പറ്റുന്നില്ല. ഇവിടെ ആ കംസന് എത്ര ദുഷ്ടനെന്ന് നമ്മൾ പറഞ്ഞാലും സദാ സമയത്തും കണ്ണനെ സ്മരിക്കാനും അമ്മയുടെ പാതാരവിന്ദങ്ങളേതാ പിടിക്കാനും അമ്മയെ കാണാനുമുള്ള ഭാഗ്യം കംസനെ പോലെ ആർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഗോകുലമാർക്ക് പോലും കിട്ടിയിട്ടില്ല അമ്മയെ കാണാൻ. ഇവിടെ അതാ കംസന് ആ ഭാഗ്യം കൂടി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ കൃഷ്ണലീലകളാണ് ഇനി അല്പനേരത്തിന് ശേഷം നമുക്കതൊക്കെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.